ദുബായിൽ മരം കോച്ചുന്ന തണുപ്പാണ്, മഞ്ഞാണ്. സംഗതി ശരിയാട്ടാ, ദുബായില് നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്, മരം കോച്ചുന്ന തണുപ്പാണ്. പ്രത്യേകിച്ച് രാവിലെ നേരത്തെ ഇറങ്ങിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് പിന്നെ മുഷ്രിഫ് പാർക്കിലുള്ള മൗണ്ടൻ ബൈക്കിന്റെ ട്രയലിൽ പോകുമ്പോൾ രാവിലെ എന്തൊരു തണുപ്പാന്നറിയാം. അത് തന്നെയല്ല, ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു. മഴയുടെ ഫോർകാസ്റ്റ് ഉണ്ട്, ഈ വീക്കെൻഡിൽ ഫുള്ള് മഴ ഉണ്ടാവുന്നിട്ട്. അപ്പം നമ്മളവിടെ സൈക്കിൾ തുടങ്ങുന്ന സമയത്ത് അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ പോയി നോക്കി കഴിഞ്ഞാൽ എത്ര ആൾക്കാരാന്ന് പറയാം അവിടെ ഈ പിന്നെ മൗണ്ടൻ ബൈക്ക് ട്രയലിന് വേണ്ടിയിട്ട് വരുന്നത്. ഇവിടെ ഈ ട്രാക്കിനകത്ത് ഏകദേശം ഒരു 20 കിലോമീറ്റർ നമുക്ക് ട്രാക്ക് ഉണ്ട്. ഈ മുഷ്രിഫ് പാർക്കിനകത്ത് ഒരു 5 കിലോമീറ്റർ സൈക്കിൾ ട്രാക്ക് ഉണ്ട് നോർമല്. അത് കൂടാതെ പാർക്കിന്റെ പുറത്ത് കൂടി നമുക്കൊരു 10 കിലോമീറ്റർ പോവാം. അത് കൂടാതെ ഈ മുഷ്രിഫ് പാർക്കിന്റെ സൈഡിലായിട്ട് ഒരുപാട് ഒഴിഞ്ഞ ഏരിയയിലുണ്ട്. അതിൽ കൂടിയാണ് ഇപ്പോൾ ഇവർ സൈക്കിൾ ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഷെയ്ഖ് ഹംദാന് ഇതിന്റെ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഇനാഗുറേഷന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ട്. പുള്ളി നല്ല സൈക്ലിസ്റ്റ് ആണ്, സ്ഥിരമായിട്ട് സൈക്ലിംഗ് ചെയ്യുകയും സൈക്ലിങ്ങിനെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അന്ന് പുള്ളി പറഞ്ഞത് ഏകദേശം 50 കിലോമീറ്റർ ആണ് ഇതിന്റെ പ്ലാന്. ഇതിൽ തന്നെ 4 കാറ്റഗറി ആയിട്ട് അവിടെ അതിന്റെ കയറുന്ന സ്ഥലത്ത് അതിന്റെ ബോർഡ് കാണാം. ഈസി, എൻട്രിയും, പിന്നെ ഡിഫിക്കൽട്ട്, പിന്നെ ഹൈലി ഇതായിട്ടുള്ള. ഇവിടെ ഇപ്പോൾ അവർ 2 ടൈപ്പ് ട്രാക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഗ്രീൻ ഒരു ഈസി ട്രാക്കാണ്. പിന്നെ ബ്ലൂവിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡ്വഞ്ചർ ആയിട്ടുള്ള അടിപൊളി റൈഡുകളുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നലെ DXB റൈഡേഴ്സിൻ്റെ ഒരു ടീമായിട്ടാണ് പോയത്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് കിട്ടിയിരുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് സൈക്ലിംഗ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ട് സൈക്കിളൊക്കെ എടുത്തിട്ട് കറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്തുള്ള ഏറ്റവും വലിയ എൻജോയ്മെന്റ് ആയിരുന്നു. അങ്ങനെ ഒരു എൻജോയ്മെന്റിലാണ് നമ്മൾ ഇന്നത്തെ ഈ റൈഡ് ഉണ്ടായിരുന്നത്. ശർമാൻ, എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ റൈഡ്? അടിപൊളി റൈഡ്. ഇപ്പോഴും ഹാഫ് വേ ആയതേ ഉള്ളൂ, എല്ലാവരും വാമപ്പ് ആയതേ ഉള്ളൂ. ഇനിയൊരു റൗണ്ട് കൂടി ചെയ്യാനുണ്ട്. നമ്മൾ ഫസ്റ്റ് ഗ്രീന് പ്ലസ് ബ്ലൂ ചെയ്തു, വിച്ച് ഈസ് സം മോർ ടെക്നിക്കൽ. ഇനി എല്ലാവരും ഒരു ഈസി റൈഡ് ഗ്രീൻ ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാന്നാണ് പ്ലാൻ. ലവ് യു. എങ്ങനെയുണ്ട് ഇന്നത്തെ റൈഡ്? റൈഡ് സൂപ്പർ ആണ്, റൈഡ് അടിപൊളിയാണ്. ഗ്രീൻ ആൻഡ് ബ്ലൂ ബോത്ത്. ഈ മുഷ്രിഫ് പാർക്ക് ദുബായിയുടെ വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്താണ്. നല്ല രസമാണ് അവിടുത്തെ സൈക്കിൾ റൈഡ് എന്ന് പറയുന്നത്. നമ്മൾ മൗണ്ടൻ ബൈക്കുമായിട്ടാണ് പോയിരുന്നത്. സാധാരണ ഇപ്പോൾ മൗണ്ടൻ ബൈക്കിന്റെ പല കാറ്റഗറി ഉണ്ട്, വില കൂടിയ ബൈക്കുകളുണ്ട്. പ്രൊഫഷണൽ ആകുമ്പോൾ സാധാരണ ഒരു സിമ്പിൾ ബൈക്ക് എടുത്തിട്ടും ഇത്തരം റൈഡുകൾക്ക് പോവാം. മുഷ്രിഫ് പാർക്കിനകത്ത് തന്നെ ബൈക്ക് റെന്റിന് കൊടുക്കുന്ന ഫെസിലിറ്റികളുണ്ട്. നല്ല റൈഡാണ്. നമ്മള് ഇത് 2ാമത്തെ ലൂപ്പാണ്. ഇപ്പോഴും കഴിഞ്ഞ ലൂപ്പ് ഗ്രീൻ ട്രാക്കിലൂടെയാണ് പോയത്, ബ്ലൂ ട്രാക്കിലൂടെയാണ് പോയത്. പിന്നെ നമ്മൾ ഗ്രീൻ ട്രാക്കിലേക്ക് പോകണം. ഇവിടെ നിന്നൊരു ബ്ലൂ ട്രാക്ക് ഉണ്ട്, നമുക്ക് കയറാൻ വേണ്ടിയിട്ടുണ്ട്. അത് നല്ല ഒരു റൈഡ് നന്നായിരിക്കും. ലാസ്റ്റ് ആയതൊരു ബോട്ടുണ്ട്, അന്നേരം പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. മുഷ്രിഫ് പാർക്കിലെ ഈ മൗണ്ടൻ ബൈക്കിന്റെ ട്രാക്ക് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒഴിഞ്ഞെടുക്കുന്ന മരുഭൂമി പോലെടുത്തൊരു സ്ഥലമാണ്. അതിനകത്ത് നല്ല കാട് പിടിച്ചിട്ട് ഇഷ്ടംപോലെ മരങ്ങളും ഒക്കെ ഉള്ള ഒരു നല്ല രസമായിട്ടുള്ള സ്ഥലത്ത് കൂടെയാണ്. അപ്പോൾ അതിൽ കൂടെ വൺസ് റൈഡ് ചെയ്താൽ തന്നെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് രാവിലെ ഞങ്ങൾ പോകുമ്പോൾ ഈ ജനുവരിയിലെന്ന് പറഞ്ഞാൽ നല്ല തണവും ഒക്കെ ഉള്ള സമയത്താണ്. രാവിലെ നേരത്തെ നീട്ടി പോയിട്ട് അതിൽ കൂടെ ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുന്ന നല്ല രസമായിട്ടുള്ളൊരു പരിപാടിയാണ്. അവിടെ നമുക്ക് പിന്നെ ഇവർ ഈ ട്രാക്ക് സെറ്റ് ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നല്ല കയറ്റങ്ങൾ, ഇറക്കങ്ങൾ, ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ ചാടിച്ച് പോകാനുള്ള സ്ഥലങ്ങൾ ഒക്കെ ആയിട്ട് നല്ല ശരിക്കും എൻജോയ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. സാധാരണ സൈക്ലിങ്ങിൽ ഭയങ്കര എക്സ്പേർട്ട് അല്ലാത്ത ആൾക്കാർക്ക് പോലും നമുക്കതിലൂടെ പോവാം. ഇവിടെ ഇഷ്ടംപോലെ റെസ്റ്റ് ഏരിയകളുണ്ട്. ഓരോ സ്ഥലത്ത് പോയാലും
റെസ്റ്റ് ഏരിയയിലുണ്ട്. അവിടെയൊക്കെ നമുക്ക് റെസ്റ്റ് എടുക്കണമെങ്കിൽ പോവാം. അതുപോലെ തന്നെ അവിടെ ചില ബോർഡുകളൊക്കെ ഉണ്ട് ഈ പിന്നെ വന്യജീവികൾ, ഇപ്പോൾ ഈ പാമ്പ്, തേള് പോലുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവറായിട്ട് അവിടെ ഇത്തരം പിന്നെ ജീവികളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ വ്യൂ, അവിടെ നിന്നിട്ട് നോക്കുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ പരന്ന് കിടക്കുന്ന കുന്നു. ചില സ്ഥലത്തൊക്കെ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആ താഴം വരെ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. നീണ്ട് നിവർന്ന് ഇങ്ങനെ കിടക്കുക. ഫോട്ടോ എടുക്കാനൊക്കെ എന്തോ ഒരു ക്ലാരിറ്റി ആണ്. ഇപ്പം ഇന്ന് മഴയുടെ ഒരു ലക്ഷണം കാരണം നന്നായിട്ട് മേഘമൊക്കെ ഇങ്ങനെ കാർമേഘം ഇങ്ങനെ കൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ വലിയ ക്ലാരിറ്റി ഇല്ല. പക്ഷെ സാധാരണ രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്താണെങ്കിൽ എന്ത് ഭംഗിയാണെന്നറിയാം ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ. ചില സ്ഥലത്തൊക്കെ കുത്തനെയുള്ള ഇറക്കങ്ങൾ ഇങ്ങനെ കുറേ ദൂരം പോവാ, തിരിഞ്ഞ് വളഞ്ഞ് മനോഹരമായിട്ട് പോകാനുള്ള സെറ്റപ്പാണ് ഇതിനകത്തുള്ളത്. റോഡ് ബൈക്ക് യൂസ് ചെയ്യുന്നത് എൻ്റെ ടയറൊക്കെ ഭയങ്കര തിന്നായിരിക്കും. അതുപോലെ തന്നെ ഹാൻഡിൽ വളഞ്ഞിട്ടായിരിക്കും. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഈ ട്രാക്കിൽ നമുക്ക് ഓടിക്കാൻ പറ്റില്ല. കാരണം മണ്ണിൻ്റെ റോഡും അതുപോലെ കല്ലും മണ്ണും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ടയർ താന്നു പോകും. അതുകൊണ്ടാണ് മൗണ്ടൻ ബൈക്കുകൾ, പ്രത്യേകമായിട്ടുള്ള മൗണ്ടൻ ബൈക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമുക്ക് സൈക്കിള് ഉപയോഗിക്കാൻ പറ്റുക. നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ ട്രാക്കിൽ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വഴികളാണ്. നമ്മൾ ബ്ലൂ ട്രാക്കിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ മരത്തിൻ്റെ കുറേ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. കുറച്ചും കൂടെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഭയങ്കര ഹൈറ്റിൽ സെറ്റ് ചെയ്തിട്ട്, അതുപോലെ തന്നെ അതിൻ്റെ കാനയുടെ മുകളിൽ ചില സ്ഥലത്ത് ഗ്യാപ്പുകളിലൊന്നും മണ്ണ് ഫില്ല് ചെയ്യാതെ അവിടെ മരത്തിൻ്റെ പലകൊക്കെ ഇട്ടിട്ടുള്ള ഇതുണ്ട്. പിന്നെ ചില സ്ഥലത്ത് നമുക്കിങ്ങനെ സൈക്കിൾ ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ഫെസിലിറ്റികൾ. സാധാരണ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമ്മൾ മൗണ്ടൻ ബൈക്കിൻ്റെ ട്രയലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്. പിന്നെ ഇങ്ങനത്തെ കുറേ സെറ്റപ്പുകളുണ്ട്. അപ്പോൾ ഇത് ഇനീഷ്യലി പ്രഖ്യാപിച്ചിട്ടുള്ളത് 50 കിലോമീറ്റർ ട്രാക്കാണ് ഇവിടെ പറയണത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് ഇങ്ങനെ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സൈഡിലൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ ബാക്കിയുള്ള ട്രാക്കിൻ്റെ ഒക്കെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കൂടും നെക്സ്റ്റ് ലെവലാണ് അതിൻ്റെ അവിടെ ട്രാക്കുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടെ ഒക്കെ ഉള്ളൊരു റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല രസമായിരിക്കും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സൈക്കിളുകൾ ഇല്ലാത്തവർക്ക് പോലും സാധാരണ സൈക്കിളായിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ രാവിലെ പോകുമ്പോൾ കാണുന്ന അവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ പോലും ചിലപ്പോഴൊക്കെ അവിടെ സ്ഥലം കിട്ടാത്ത അത്രയും അധികം ആൾക്കാർ ഇവിടുത്തെ സൈക്കിൾ ഇതിന് വേണ്ടിയിട്ട്, സവാരിക്ക് വേണ്ടിയിട്ട് ഇവിടെ വരുന്നുണ്ട്. EXP Riders! We ride together!